ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടുതൽ മൊഴി വിവരങ്ങൾ പുറത്ത്. കട്ടിളപ്പാളികൾ കൊണ്ടുപോയി സ്വർണം പൂശിയതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനായില്ല. സ്വർണം പൂശി വന്നപ്പോൾ തനിക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായി. പിന്നീടാണ് ദ്വാരപാലക ശില്പം കൊണ്ടുപോയി സ്വർണം തട്ടാൻ തീരുമാനിച്ചത്. ഇതിന് ഉദ്യോഗസ്ഥരുടെ സഹായവും തനിക്ക് ലഭിച്ചുവെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തൊക്കെ മൊഴികളാണ് നൽകിയത്? മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവന്നോ? ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്പോൺസറായി ശബരിമലയിൽ എത്തുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായി അടുത്ത ബന്ധമുണ്ടാക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സ്വർണ്ണ തട്ടിപ്പിലേക്ക് ആശയം വരികയും ചെയ്തിരുന്നത്. അത് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വന്നതിന് ശേഷം ആദ്യം കൊണ്ടുപോകുന്നത് ഈ കട്ടിളപ്പാളിയാണ് കൊണ്ടുപോകുന്നത്. ശബരിമലയിൽ നിന്ന് കട്ടിളപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾക്ക് ഇത് വിറ്റ് പണമാക്കുക, അതിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കുക എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നില്ല. അത് ഉദ്ദേശിച്ചിരുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നെന്ന് പറയുന്നത് ഈ കട്ടിളപ്പാളിയിൽ അത് കൊണ്ടുപോയി വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുക, അത് ഭക്തി, അതിനെ ഒരു മാർക്കറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് കൊണ്ടുപോയി തിരിച്ചെത്തിയ സമയത്ത് അത് അത്ര രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റിയില്ല. തുടർന്ന് നഷ്ടമാണ് സംഭവിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുന്നതിനും അതിനു വേണ്ടിയിട്ട് അതിൽ നിന്ന് ഈ സ്വർണം അടിച്ചു മാറ്റാനുള്ള ഒരു ആശയം വരികയും ചെയ്യുന്നത്. അതിനു വേണ്ടി ഉദ്യോഗസ്ഥരോട് സ്വർണ്ണപ്പാളി എന്നുള്ളത് ചെമ്പാക്കി രേഖപ്പെടുത്തണമെന്ന് ഇയാൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഇയാൾ പറഞ്ഞതുപോലെ തന്നെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത് കൊണ്ടുപോയി ഉരുക്കി മറ്റു നടപടിയിലേക്ക് പോയത്. അത് ഏത് തരത്തിലാണ് ഇതിന്റെ പിന്നീട് സംഭവിച്ചതെന്നുള്ള കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അത് കൊണ്ടുപോയി അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വർണം ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ, ഇയാൾ സ്വീകരിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇത് ഈസിയായി കൊണ്ടുപോകാം, ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കും, അവരോട് സഹായം ഉണ്ടാകുന്ന ഒരു ഉറപ്പാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ സ്വർണം തട്ടുന്നതിനുള്ള നടപടികളിലേക്ക് പോയത് എന്നുള്ളൊരു മൊഴിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇനിയും കൂടുതൽ തെളിവുകൾ ലഭ്യമാവേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, ഈ സ്വർണം കൊണ്ടുപോയിരിക്കുന്ന ആളുകളുണ്ട്. ഇത് എന്ത് ചെയ്തെന്നുള്ള കാര്യം കൃത്യമായി കുറച്ചും കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനും കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു അടച്ചിട്ട മുറിയിലാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിഭാഷകരും ജഡ്ജിയും ഒക്കെ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളൂ. കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ള എന്നൊരു സൂചനകൾ ലഭ്യമാകുകയും ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ കസ്റ്റഡിയിലെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തേടാൻ വേണ്ടിയിട്ടാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. സിജോ, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ഈ ഒരു ആസൂത്രണത്തിന് പിന്നിൽ അതിന്റെ ചുക്കാൻ പിടിച്ചത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണോ? ഇയാളുടെ ബുദ്ധിയിൽ ഉദിച്ച കാര്യം തന്നെയാണോ ഇങ്ങനെ ഒരു മോഷണം അല്ലെങ്കിൽ ഈ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഈ ഒരു കൊള്ള എന്ന് പറയുന്നത്? നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരവും അതോടൊപ്പം തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇയാൾ തന്നെയാണ് ഇതിനകത്ത് മാസ്റ്റർ ബ്രെയിനായിട്ട് ഉള്ളതെന്നുള്ളതാണ്. പക്ഷേ അത് നമുക്ക് പൂർണ്ണമായി ഇനി മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഇത് പ്രാഥമികഘട്ടമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ബാക്കിയുള്ള ആളുകളുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട്, ഇനി ഇയാൾക്ക് മറ്റൊരാളുടെ സഹായം കിട്ടിയിരുന്നോ, അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലുമൊക്കെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു പ്ലാനിങ്ങിലേക്ക് പോയത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. എങ്കിലും നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ പ്രകാരവും അതോടൊപ്പം തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾ തന്നെയാണ് ഇതിന് ആസൂത്രണം നടത്തിയിരിക്കുന്നത്. അതിന് തന്നെയാണ് കൂടുതൽ സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നത്. കാരണം ശബരിമലയിലേക്ക് എത്തിക്കുക ഒരു സ്പോൺസറായി നിലനിൽക്കുകയും ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് തന്നെ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കാര്യപ്രാപ്തിയൊക്കെ ഉണ്ട്. കാരണം അത്രയും സ്വാധീനം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദേവസ്വം ബോർഡിലെ ചില ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തി അവിടെ ഉദ്യോഗസ്ഥരോടൊരു ഓർഡർ ഇടുന്ന ലെവലിലേക്ക് എത്തിയെന്നാണ് തീരുമാനിക്കുന്നത്. അതായത് ഒരു ദേവസ്വം ബോർഡിന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധിയോ അല്ലെങ്കിൽ ഒരു ഭാരവാഹിയോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരോ പോലും അല്ല, പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഹയർ ആളുകളോട് പോലും അത് ചെയ്യൂ ഇത് ചെയ്യൂ അങ്ങ രീതിയിൽ തന്നെ പറയുന്ന രീതിയിലേക്ക് ഒരു കമാൻഡിങ് പവർ എന്ന നിലയിൽ അയാൾ അത്രയും സ്വാധീനം ഉണ്ടാക്കുകയും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇയാളുടെ ഒരു ബുദ്ധിയിൽ തന്നെ വന്നതാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. ശരി, ഏതായാലും വളരെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളാണ് സിജോ വി ജോൺ